1957 ഐക്യ കേരള പിറവിക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം കേരളത്തിൽ മുഴങ്ങുന്ന കാലം. അന്ന് ആലപ്പുഴ ഉൾപ്പെടുന്ന പ്രദേശത്തെ CPI ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പേര് VS അച്യുതാനന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടാകുന്നതിന് മുൻപ്, ആലപ്പുഴ ജില്ല രൂപീകൃതമാകുന്നതിന് മുൻപുള്ള കാലം. ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ളതിനാൽ തിരഞ്ഞെടുപ്പിന്റെ നേതൃത്വം VS-നായിരുന്നു. കേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പായതിനാൽ പാർട്ടി ഒരു തരത്തിലും പിന്നിലാകരുതെന്ന കർശന നിർദ്ദേശം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ പാർട്ടി ഘടകങ്ങൾക്ക് നൽകി. ഇന്നത്തെ പോലെ വാഹനം ഉൾപ്പെടെയുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ കാൽനടയായും സൈക്കിളിൽ സഞ്ചരിച്ചുമൊക്കെ ആയിരുന്നു നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം. VS 1955-ലാണ് CPI ജില്ലാ സെക്രട്ടറി ആയത്. ആലപ്പുഴ നഗരം ഉൾപ്പെടെയുള്ള പ്രദേശം അന്ന് കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന VS-ന്റെ കൂടി നേതൃത്വത്തിലാണ് ജില്ലയിൽ പാർട്ടി തന്ത്രങ്ങൾ മെനഞ്ഞത്. 1957 ഫെബ്രുവരി 28-നായിരുന്നു തിരഞ്ഞെടുപ്പ്. ആകെ 126 സീറ്റുകളിൽ 11 പട്ടികജാതി വിഭാഗത്തിനും 1 പട്ടികവർഗ വിഭാഗത്തിനും സംഭരണം ചെയ്തിരുന്നു. 12 2 സാമാജികരെ വീതം തിരഞ്ഞെടുക്കാനാകുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് സംവിധാനം. ഫെബ്രുവരി 28, മാർച്ച് 2, 5, 7, 9, 11 ദിവസങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. CPI, കോൺഗ്രസ്, PSP, RSP തുടങ്ങിയ കക്ഷികളാണ് പ്രധാനമായും മത്സരിച്ചത്. ആകെ 550 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. 114 പത്രികകൾ തള്ളി. തൊണ്ട് ചതച്ച് കുമ്മായത്തിൽ മുക്കി ചുവരെഴുതിയും കോളാമ്പിയിലൂടെ വിളിച്ചു പറഞ്ഞും വീടുകൾ കയറിയിറങ്ങിയും ചെറു കവലകളിൽ യോഗം ചേർന്നും പ്രചാരണം കൊഴുത്തു. 75,14,626 വോട്ടർമാരിൽ 58,37,577 പേർ വോട്ട് ചെയ്തു. ഓരോ പാർട്ടിയുടെയും ചിഹ്നമുള്ള പെട്ടിയിലാണ് വോട്ടിടേണ്ടിയിരുന്നത്. 126 അംഗങ്ങളുള്ള അസംബ്ലിയിൽ CPIക്കും പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്രന്മാർക്കുമായി 65 സീറ്റ് ലഭിച്ചു. കോൺഗ്രസ് 43, PSP 9, RSP 0, സ്വതന്ത്രർ 14 എന്നിങ്ങനെ ആയിരുന്നു കക്ഷിനില. VS-ന്റെ ചുമതലയിലുണ്ടായിരുന്ന 11 സീറ്റുകളിൽ 9 സീറ്റുകളിൽ പാർട്ടി ജയിച്ചു. പ്രധാന നേതാക്കളായ TV തോമസ്, ഗൗരിയമ്മ തുടങ്ങിയവർ മികച്ച വിജയം നേടി. ഏറ്റവും കൂടുതൽ MLA-മാരെ ജയിപ്പിച്ചതിന് ആലപ്പുഴയിലെ CPI ഘടകത്തിന് അന്നത്തെ അഖിലേന്ത്യാ സെക്രട്ടറി അജയ് ഘോഷിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി MN ഗോവിന്ദൻ നായരിൽ നിന്നും വരെ അനുമോദനം കിട്ടി. 2 വനിതകൾ VS-ന്റെ നേതൃത്വത്തിൽ മത്സരിച്ചു വിജയിച്ചു. കായംകുളത്ത് ഐഷഭായിയും ചേർത്തലയിൽ ഗൗരിയമ്മയും. 9 വനിതകൾ മത്സരിച്ചതിൽ 6 പേർ നിയമസഭയിലെത്തി. 1957 ഏപ്രിൽ 1 കേരളത്തിലെ ആദ്യത്തെ CPI മന്ത്രിസഭ നിലവിൽ വന്നു. 1957 ഏപ്രിൽ 5 EMS മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കഴിഞ്ഞെങ്കിലും VS-ന് വിശ്രമമില്ലായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ രൂപീകരണത്തിനായി വലിയ ശബ്ദമുയർന്ന കാലഘട്ടമായിരുന്നു അത്. ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയതോടെ കോട്ടയം, കൊല്ലം ജില്ലകളുടെ ഭാഗങ്ങൾ ചേർത്ത് 1957 ഓഗസ്റ്റ് 17-ന് 8ാമത്തേതായി ആലപ്പി ജില്ല രൂപീകരിച്ചു. ആലപ്പി എന്ന പേരുമാറ്റി ആലപ്പുഴയാകാൻ 33 വർഷമെടുത്തു. ഇന്നത്തെ ജില്ലാ കോടതി വളപ്പിലായിരുന്നു അന്ന് കളക്ട്രേറ്റ്. അവിടെ തെങ്ങിൻ തൈ നട്ടാണ് ജില്ലയുടെ ഉദ്ഘാടനം EMS നടത്തിയത്. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ഉദ്ഘാടനം. ആ തെങ്ങ് ഇന്നും കോടതി വളപ്പിലുണ്ട്. കോടതി വിധിയെ തുടർന്ന് 1958 ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPI സ്ഥാനാർത്ഥി റോസമ്മ പുന്നൂസിന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ പാർട്ടി നിയോഗിച്ചതും VS-നെ ആയിരുന്നു. റോസമ്മ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറി. തിരഞ്ഞെടുപ്പായതിനാൽ പഞ്ചാബിൽ നടന്ന CPI പാർട്ടി കോൺഗ്രസിൽ VS-ന് പങ്കെടുക്കാനായില്ല. എങ്കിലും VS കേന്ദ്ര കമ്മിറ്റിയിൽ വന്നു. അന്ന് VS-ന് പ്രായം 35 വയസ്സ്. പിന്നെയും ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളെ VS മുന്നിൽ നിന്ന് നയിച്ചു. ഒട്ടേറെ ചരിത്ര വിജയങ്ങളും നേടി.